ഈസ്റ്റർ ദിനത്തിൽ ക്രൈസ്തവ ഭവനങ്ങളിലും അരമനകളിലും മത്സരിച്ച് സന്ദർശനം നടത്തുകയായിരുന്നു ബി നേതാക്കൾ. നമുക്കറിയാം, മണിപ്പൂരിൽ ഇപ്പോഴും പരസ്പരം കൊന്നു തള്ളുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതുവരെ അവിടെ പോയിട്ടില്ല, സമാധാനിപ്പിച്ചിട്ടില്ല. ഗ്രഹാം സ്റ്റെയിൻസ് എന്ന ക്രിസ്ത്യൻ മിഷനറി പ്രവർത്തകനെയും മക്കളെയും കാറിനുള്ളിൽ ഇട്ട് ചുട്ടുകൊന്ന സംഘപരിവാറുകാരെ കഴിഞ്ഞ ദിവസം വെറുതെ വിട്ടയച്ചു. അങ്ങനെ നടക്കുന്ന ഒരു രാജ്യത്ത് ബി കേരള നേതാക്കളുടെ ഈ വെപ്രാളം കാണുമ്പോൾ പാലക്കാട് MLA ആയ രാഹുൽ മാങ്കൂട്ടവും ഒരു സത്യം തുറന്നു പറഞ്ഞു. മണിപ്പൂരിലേതുപോലെ പിച്ചാത്തിയുമായി അരമനയിൽ കയറിച്ചെല്ലാതിരുന്നാൽ മതിയായിരുന്നു കേരള ബി നേതാക്കൾ എന്നായിരുന്നു രാഹുൽ മാങ്കൂട്ടം പറഞ്ഞത്. അതോടെ MLA രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി നൽകിയിരിക്കുകയാണ് ബി ജെ പിയുടെ ഈസ്റ്റർ സന്ദർശനത്തിനെതിരെയുള്ള രാഹുലിന്റെ പ്രതികരണമാണ് അങ്ങനെ ഒരു പരാതിയിലേക്ക് നയിച്ചത്. തുടർന്ന് ബി പാലക്കാട് മണ്ഡലം കമ്മിറ്റി സൗത്ത് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. രാഹുൽ മാധ്യമങ്ങൾക്ക് നൽകിയ പ്രതികരണം ശരിയായില്ല എന്നുള്ളതാണ് ബി നൽകിയ പരാതി. അത് ബി മതേതര സങ്കല്പത്തെ പരിഹസിക്കുന്നതാണെന്നാണ് അവരുടെ പരാതി. സമൂഹത്തിൽ മതസ്പർദ്ധ ഉണ്ടാക്കാൻ ശ്രമിച്ചു എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ബി പരാതി നൽകിയിരിക്കുന്നത്. ബി പാലക്കാട് മണ്ഡലം പ്രസിഡന്റിന്റെയും ജനറൽ സെക്രട്ടറിയുടെയും പേരിൽ 2 പരാതികളാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. മതസ്പർദ്ധ, കലാപാഹ്വാനം എന്നീ വകുപ്പുകൾ ചുമത്തിക്കൊണ്ട് MLAക്കെതിരെ കേസെടുക്കണമെന്നാണ് ബി നേതാക്കളുടെ ആവശ്യം. അതായത് ബി ഭരിക്കുന്ന രാജ്യമെന്നുള്ള നിലയിൽ നമ്മളെല്ലാവരും ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണ് വർഗീയത എന്ന് പറയുന്നത്. വർഗീയത വിഭജനവും ഫാസിസവുമാണ് ഈ രാജ്യത്ത് സൃഷ്ടിക്കുന്നത്. വർഗീയത മാത്രം പറയുകയും വെറുപ്പിന്റെ സന്ദേശവാഹനാവുകയും ചെയ്ത ഹെഡ്ഗേവാറുടെ നാമം ഇവിടെ സ്വീകരിക്കുന്നത് നമ്മുടെ മതേതര പൈതൃകത്തിന് വെല്ലുവിളിയാണെന്ന് രാഹുൽ മാങ്കൂട്ടം പറയുന്നതും അത് വലിയ വിവാദമായതുമൊക്കെ നമ്മൾ കണ്ടു. വർഗീയത വളർത്താൻ ഏതറ്റം വരെ പോകുകയും എന്നാൽ 4 വോട്ടിന് വേണ്ടി എന്ത് നാടകം കളിക്കുകയും ചെയ്യുന്ന ബി ഈ പരിപാടിയെയാണ് രാഹുൽ മാങ്കൂട്ടം വിമർശിച്ചത്. നമ്മൾ ഇന്നത്തെ ബി നേതാക്കളുടെ സന്ദർശനം ഒന്ന് സൂക്ഷ്മമായി ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. സീറോ മലബാർ സഭ ആർച്ച് ബിഷപ്പ് എമിറേറ്റ് കർദിനാൾമാർ ജോർജ് ആലഞ്ചേരിയുടെ തിരുവനന്തപുരം പാളയം ഫെറോന പള്ളിയിലെത്തി സന്ദർശിച്ചിരിക്കുകയാണ് ബി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. കർദിനാളിനെ കണ്ട അദ്ദേഹം ഈസ്റ്റർ ആശംസകൾ കൈമാറി. കഴിഞ്ഞ ദിവസം ജന്മദിനം ആഘോഷിച്ച ആലഞ്ചേരി പിതാവിന് ബി അധ്യക്ഷൻ ജന്മദിന ആശംസകൾ നേർന്നു. അതുപോലെ സുരേഷ് ഗോപി MP സഭാ ആസ്ഥാനം സന്ദർശിച്ചു. ഈസ്റ്ററും ഓണവും ക്രിസ്മസും ദീപാവലിയും ഒക്കെ ബി പ്രവർത്തകർ ഒരേ മനസ്സോടെ ഒത്തുചേർന്ന് ആഘോഷിക്കുന്നതായിട്ടാണ് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞത്. എന്നാൽ ഒരു ചോദ്യം ഇവിടെ അവശേഷിക്കുകയാണ്. ഇവർക്ക് റംസാൻ മാസത്തിലും പെരുന്നാൾ ദിനത്തിലും ഒരു മുസ്ലിം പള്ളിയും സന്ദർശിക്കാൻ കഴിയുന്നില്ല. അത് പാപമാണോ എന്നാണ് ഇവർ ചിന്തിക്കുന്നത്. അങ്ങനെ ഒരു മതങ്ങളിൽ ചിലതിനെ ഒഴിവാക്കുകയും ചിലതിനെ വോട്ടിന് വേണ്ടി കൂട്ടുപിടിക്കുകയും ചെയ്യുന്നത് വർഗീയത തന്നെയാണ്. മണിപ്പൂരിൽ ക്രൈസ്തവർക്കെതിരെ ആക്രമണം അഴിച്ചുവിടുന്ന സംഘപരിവാർ കേരളത്തിൽ ക്രൈസ്തവരെ സ്നേഹിക്കുന്നത് കാണുമ്പോഴാണ് രാഹുൽ മാങ്കൂട്ടം ഈ പിച്ചാത്തി കയ്യിൽ വെച്ചാണോ അരമനയിൽ പോയത് എന്ന് ചോദിച്ചത്. അതിനാണിപ്പോൾ പരാതിയും നൽകിയത്.